ഗോൾഡ് ഇ ടി എഫും സിൽവർ ഇ ടി എഫും നിങ്ങൾ ഡിമാറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഒരിക്കലും ഒരു ടൈം വേസ്റ്റ് ആവത്തില്ല. ലാസ്റ്റ് ഫ്രൈഡേ ഗോൾഡ് സിൽവർ നമുക്കൊരു മാസീവായിട്ടുള്ള ഒരു ക്രാഷ് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു ക്രാഷും ഇ ടി എഫുമായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഇ ടി എഫുകൾ എന്താണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇ ടി എഫുകൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗോൾഡിന് അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇ ടി എഫ് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് എല്ലാവരും ഇ ടി എഫുകൾ ബൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ എടുക്കാം. സിൽവറിൻ്റെ 1 kg പ്രൈസ് 1 lakh ആണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 1 gram സിൽവറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 rupees ആണ്. അപ്പോൾ ഈ 100 rupees ഓൾമോസ്റ്റ് എല്ലാ ഇ ടി എഫുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1 ഗ്രാമിൻ്റെ പ്രൈസിനനുസരിച്ചാണ് ഇ ടി എഫിൻ്റെ പ്രൈസ് അവർ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇ ടി എഫിൻ്റെ പ്രൈസ് അപ്പോൾ എത്ര വരണം? ഓൾമോസ്റ്റ് 100 rupees തന്നെ വരണം. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 rupees സമയത്ത് ഇ ടി എഫിൻ്റെ പ്രൈസ് കുറച്ചും കൂടി ഡിസ്കൗണ്ട് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓൾമോസ്റ്റ് 20% വരെയുള്ള ഡിസ്കൗണ്ട് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓൾമോസ്റ്റ് 85 rupeesനും 90 rupeesനും അല്ലെങ്കിൽ 80 rupeesനും ഒക്കെ നിങ്ങൾക്ക് സിൽവറിൻ്റെ ഇ ടി എഫ് ആ ഒരു ടൈമിൽ കിട്ടുന്നതായിട്ട് സാധിച്ചു. ഇപ്പോഴത്തെ പ്രൈസും അതേപോലെ തന്നെ ഇ ടി എഫിൻ്റെ പ്രൈസും തമ്മിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു മിസ്മാച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ ഈ ഒരു മിസ്മാച്ച് വരാനുള്ള റീസൺ എന്താണ്? എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എന്തായാലും അണ്ടർലൈങ് അസറ്റ് സിൽവർ ആണല്ലോ, അപ്പോൾ സിൽവറിൻ്റെ പ്രൈസിലോട്ട് എന്തായാലും ഇ ടി എഫ് വരണമല്ലോ, ഓൾമോസ്റ്റ് അങ്ങോട്ട് എത്തുമല്ലോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, ഇതൊരു ഷുവർ ഷോട്ടായിട്ട് നമുക്ക് കൂടുതൽ ഇ ടി എഫുകൾ ബൈ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരിക്കലും ഇത് അങ്ങനല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന കംപ്ലീറ്റ് ഫണ്ടിന് ഒരു ഇ ടി എഫ് ഫേം പോലും കംപ്ലീറ്റ് സിൽവറോ അല്ലെങ്കിൽ ഗോൾഡോ അവർ ബൈ ചെയ്യത്തില്ല. അവർ കുറച്ച് ഫണ്ട് അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് വെക്കും. ആ ഒരു ഫണ്ടിനെ അവർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതേപോലെ ലാസ്റ്റ് ഫ്രൈഡേയിൽ വന്നതുപോലെ തന്നെ മാസീവായിട്ടുള്ള ക്രാഷുകൾ വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ പൊസിഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഫണ്ടിനെ അവർക്ക് ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്സൈഡിലോട്ടാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഫ്യൂച്ചേഴ്സ് ബൈയോ സെല്ലോ ചെയ്തുകൊണ്ട് അവർക്ക് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ആയിട്ട് അവരുടെ കയ്യിൽ അത് കീപ്പ് ചെയ്ത് വെക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലീഗലായിട്ട് തോന്നാം, പക്ഷേ ഇത് ഇല്ലീഗൽ അല്ല, ഇത് കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ്. ഇങ്ങനെ വെക്കാം എന്നുള്ളൊരു അലോ എല്ലാ ഈ ഒരു ഇ ടി എഫ് ഫേമുകൾക്കും അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മിസ്മാച്ച് ഓൾമോസ്റ്റ് 20% മിസ്മാച്ച് വരുമ്പോൾ, പക്ഷേ ഈ 20% വളരെ വലിയൊരു മിസ്മാച്ച് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മാർജിൻ ഫണ്ട് ട്രേഡിംഗ് ആണ്. പല ആൾക്കാരും ഇ ടി എഫുകൾ ബൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് പൈസ കടമെടുത്തിട്ടാണ്. ഇപ്പോൾ ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് പൈസ കടമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഓൾമോസ്റ്റ് 300 rupees ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കർ 700 rupees കൂടി തന്നതിന് ശേഷം ഫുൾ 1000 rupeesന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇ ടി എഫുകൾ ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റി തരുന്നുണ്ട്. പക്ഷേ റെസ്റ്റായിട്ട് അവർ തരുന്ന 700 rupeesന് കറക്റ്റായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളും കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസും ടൈമും നിങ്ങളുടെ അഗൻസ്റ്റ് ആണ്. പ്രൈസ് എഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രൈസിന് ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു ഷുവർ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രൈസ് നമ്മുടെ അഗൻസ്റ്റ് ആണെന്ന് പറയാം. അതേപോലെ ടൈം, ഇപ്പോൾ എത്ര ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 15% ആണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് 20% റിട്ടേൺ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 5% എങ്കിലും നിങ്ങൾക്ക് ലാഭം അവിടെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ എം ടി എഫ് വരുന്നതിൻ്റെ ഒരു മാർജിൻ ഫണ്ട് ട്രേഡിംഗ് വരുന്നതിൻ്റെ മെയിൻ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രാഷുകൾ വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ പൊസിഷൻസ് എൻഡ് ചെയ്യാനുള്ള ഒരു റീസൺ ഉണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ഈ ഒരു അപ്സൈഡിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഈ പൊസിഷൻസ് ആഡ് ചെയ്തവർ അല്ലെങ്കിൽ ഇ ടി എഫുകൾ ബൈ ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും, അവർ ഓൾമോസ്റ്റ് ലോസിലായിരിക്കും. അതേപോലെ തന്നെ അവർ ഇവരുടെ ലോസിൽ കിടക്കുന്ന ടൈമിൽ തന്നെ അവർ കടമെടുത്ത പൈസ, ബ്രോക്കറിൽ നിന്ന് കടമെടുത്ത പൈസയുടെ ഇൻട്രസ്റ്റും അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കണ്ടു കഴിയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, അവർ ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാനുള്ള റീസൺ ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു മാർജിൻ കോൾ വരാം. ഇപ്പോൾ അവർ ഉപയോഗിച്ച ഫണ്ട് കംപ്ലീറ്റ്ലി തീർന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, ബ്രോക്കർ അവരെ വിളിക്കും, മോനെ നീ ഉപയോഗിച്ച കംപ്ലീറ്റ് ഫണ്ടും ഇവിടെ തീർന്നു കഴിഞ്ഞു, ഏതർ നിനക്ക് കൂടുതൽ ഫണ്ട് ആഡ് ചെയ്ത് നിനക്ക് ഈ പൊസിഷൻ കീപ്പ് ചെയ്യാം ഈ ഒരു ട്രേഡിംഗ് ഡേക്ക് മുന്നേ, അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, നിനക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്ത് നിനക്ക് മാറാം. അപ്പോൾ കൂടുതൽ ആൾക്കാർ ലോസ് അക്സെപ്റ്റ് ചെയ്ത് മാറുന്ന ടൈമിൽ എന്ത് ചെയ്യും, കൂടുതൽ ആൾക്കാർ പൊസിഷൻസ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ആൾക്കാർ പൊസിഷൻസ് ക്ലോസ് ചെയ്യുമ്പോഴത്തേന് എന്താണ് സംഭവിക്കുന്നത്, പ്രൈസ് താഴോട്ട് വരും. അപ്പോൾ എൻ്റെ ഇനിയൊരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത്രയും ഡൗൺ സൈഡിലോട്ട് വന്നത് കൊണ്ട് തന്നെ കൂടുതൽ പൊസിഷൻസ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡൗൺ സൈഡിലോട്ടൊക്കെ വരുന്നതായിട്ട് കാണാനായിട്ട് വരും. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഫിസിക്കലായിട്ടുള്ള ഗോൾഡും ഫിസിക്കലായിട്ടുള്ള സിൽവറും വാങ്ങാനായിട്ട് ശ്രമിക്കുക. ETF-കളുടെ പുറകെ നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ETF-യിലോട്ട് പോവുക. അല്ല നിങ്ങൾ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മേടിച്ച് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ.